ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 36/2023 എന്ന ഈ ഒരു ചോദ്യ പേപ്പറും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ അധികം കണ്ടന്റ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും ചോദ്യങ്ങളിലൂടെ തന്നെ. ഇതിലും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് സിലബസുമായി ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ PSC ആൻസർ തരാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും കേട്ടോ. ബാക്കിയുള്ള പഠിക്കാൻ അത്യാവശ്യം വേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ അങ്ങനെയാണ് വീഡിയോ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഒരു ബംഗാളി കൃതിയാണ്. അപ്പോൾ ഇത് ശരിയാണ്. നീൽ ദർപ്പൺ ദീനബന്ധു മിത്രയുടെ ഒരു ബംഗാളി കൃതിയാണ്. അപ്പോൾ അതും ശരിയാണ്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ബംഗാളി ഭാഷയിലുള്ള ഒരു കൃതിയാണ്. അപ്പോൾ അതും കറക്റ്റാണ്. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. രംഗഭൂമി പ്രേംചന്ദ് രചിച്ച ഹിന്ദി ഭാഷയിലുള്ള ഒരു കൃതിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓപ്ഷൻ 4 എന്നുള്ളതാണ് തെറ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാൾ, നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ബംഗാൾ, ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ, രംഗഭൂമി പ്രേംചന്ദ് ഹിന്ദിയാണ്. നമുക്കിത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ SCRT തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹിസ്റ്ററിയുടെ പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ തന്നെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. ഗോര, ഗീതാഞ്ജലി എന്നിവ രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. ഭാഷ ബംഗാളിയാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ പ്രേംചന്ദിൻ്റെ കൃതികളാണ്. ഹിന്ദി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ് തമിഴ് ഭാഷയിൽ രചിച്ചിട്ടുള്ളത്. അടുത്തത് ഹയാത്തി സാദി, ഹയാത്തി ജാവീദ്, അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ് ഉറുദു ഭാഷയിൽ. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കാറിൻ്റേതാണ് മറാത്തി ഭാഷയാണ്. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ചിട്ടുള്ള കൃതികളാണ്. മലയാളം ഭാഷയിലുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. നമ്മളിത് ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിലേതാണെന്ന് ശരിയായിട്ട് പറയുക. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ഏതാണ്? പതിറ്റുപത്ത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. പതിറ്റുപത്ത് എന്താണ്? പതിറ്റുപത്ത് 10 പാട്ടുകൾ വീതമുള്ള 10 ഭാഗങ്ങളുടെ ഒരു സമാഹാരമാണ്. അതാണ് ഈ പതിറ്റുപത്ത് എന്ന് പേര് കേട്ടോ. പ്രാചീന കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തിയ സംഘകാല കൃതിയാണ് പതിറ്റുപത്ത് എന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തെപ്പറ്റി പരാമർശമുള്ള ഏറ്റവും പുരാതനമായ ഒരു സംസ്കൃത കൃതിയുണ്ട്. അതാണ് ഐതരേയ ആരണ്യകം. കേട്ടിട്ടുണ്ടാവും അല്ലേ? ഐതരേയ ആരണ്യകം കേരളത്തെപ്പറ്റി പരാമർശമുള്ള ഏറ്റവും പുരാതന സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് ഓർത്തിരിക്കുക. അടുത്തത്, 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലീ ചരിതമാണ്. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലീ ചരിതമാണ്. ഏതാണ് ആ കൃതി? മൂഷകവംശ മഹാകാവ്യമാണ്. മൂഷകവംശ മഹാകാവ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രമാണ്. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശകാവ്യം ഏത് നൂറ്റാണ്ടിലാണ്? 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ഈ ഒരു കാവ്യം കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ വംശീയവലി ചരിതമാണ്. മൂഷകവംശ മഹാകാവ്യം എന്നത്. മൂഷക രാജവംശത്തിലെ രാജാവായിട്ടുള്ള ശ്രീകണ്ഠൻ രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കവിയായിട്ടുള്ള അതുലനാണ് ഈ ഒരു കൃതിയുടെ കർത്താവ്. അതുലനാണ് മൂഷകവംശ മഹാകാവ്യത്തിൻ്റെ കർത്താവ്. ഇനി മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സംഘം കൃതികൾ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം അല്ലെങ്കിൽ സംഘം കൃതികൾ എന്ന് പറയുന്നത്. അടുത്തത് തുഫത്തുൽ മുജാഹിദീൻ എന്നത് 16ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട
അറബി ഭാഷയിലുള്ള കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. ഈ ഒരു കൃതിയിൽ മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, രചയിതാവ് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ് തുഫത്തുൽ മുജാഹിദീൻ്റെ കർത്താവ്. ഓക്കെ, ചിലപ്പതികാരം പിന്നെ നമുക്കറിയാലോ, കോവലൻ്റെയും കണ്ണകിയുടെയും കഥ പരാമർശിക്കുന്ന കൃതിയാണ് ചിലപ്പതികാരം. അടുത്തത്, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കണക്ഷൻസ് ആണ്. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921. പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് 1946. സവർണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം അല്ല, വൈക്കം സത്യാഗ്രഹമാണ്. മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഇവിടെ നടുക്കത്തെ ഈ ഒരു കണക്ഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ മഹാരാജാവാണ്. അപ്പം മൂന്നാമത്തെ കണക്ഷൻ ഇവിടെ തെറ്റി. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സവർണജാഥ, വൈക്കം സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ എന്ന് വരേണ്ടിയിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ മഹാരാജാവ് എന്നാണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ 3ഉം 4ഉമാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കാം. മലബാർ കലാപം, കേരളത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് മലബാർ കലാപം. 1921 മലബാർ കലാപം ഉണ്ടാകുന്നത്. കലാപത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണ്? അലി മുസലിയാർ, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവരാണ്. അലി മുസലിയാർ, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവരാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ. മലബാർ കലാപത്തെ തുടർന്ന് 1921 നവംബർ 10 നടന്ന ദാരുണമായ സംഭവമാണ് വാഗൺ ട്രാജഡി അല്ലെങ്കിൽ വാഗൺ കൂട്ടക്കൊല. ഇനി പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാർ സമരം 1946. ഇനി സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 സവർണരെ സംഘടിപ്പിച്ചുകൊണ്ട് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ജാഥയാണ് സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സവർണരെ സംഘടിപ്പിച്ച് 1924 നവംബർ 1 സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രപ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യരായിരുന്നു കേട്ടോ. ദിവാൻ ആരാണ്? CP രാമസ്വാമി അയ്യരായിരുന്നു. ഇനി തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശനം നടന്നത് എപ്പോഴാണ്? 1936. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. അടുത്ത ചോദ്യം. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ഇന്ത്യയിലെ ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. ആണോ? ഇന്ത്യയിലെ ദേശീയ പാതകളുടെ നിർമ്മാണ ചുമതല കേന്ദ്ര സർക്കാരിനും സംസ്ഥാന ഹൈവേകളുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരിനുമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതമാണ്, റോഡ് ഗതാഗതമല്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്.
ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്, NHAIക്കാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല NHAIക്കാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉം ആണ് ശരി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. SCERTയിൽ റോഡുകൾ എന്ന് തന്നെ നമുക്കൊരു ഭാഗം തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെ തരംതിരിച്ചു തന്നിട്ടുണ്ട്. ദേശീയപാതകൾ നോക്കാം. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ. ഈ റോഡുകളുടെ നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. ഈ റോഡുകളുടെ നിർവഹണ ചുമതല വരുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ പാതകൾ. ഇനി സംസ്ഥാന ഹൈവേകൾ. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഈ റോഡുകളുടെ നിർവഹണ ചുമതല വരുന്നത് സംസ്ഥാന സർക്കാരുകൾക്കുമാണ്. സംസ്ഥാന ഹൈവേകളുടെ നിർവഹണ ചുമതല വരുന്നത് സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഇനി ജില്ലാ റോഡുകൾ. ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ആരാണ്? ജില്ലാ പഞ്ചായത്തുകളാണ്. ജില്ലാ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളാണ്. ഗ്രാമീണ റോഡുകൾ നോക്കാം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഇതിന്റെ നിർമ്മാണവും പരിപാലനവും ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം 4 സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത ചോദ്യം. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉദ്ഭവ പ്രദേശം ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. ധാതുക്കളുടെ കലവറ എന്ന് ഉപദ്വീപീയ പീഠഭൂമിയെ വിളിക്കുന്നു. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന എന്താണ്? ഉത്തര മഹാസമതലമാണ്. ഉപദ്വീപീയ പീഠഭൂമിയല്ല. ഇന്ത്യയുടെ ധാന്യപുര എന്നത് ഉത്തര മഹാസമതലമാണ്. അപ്പം 4ാമത്തേത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യോജിച്ച പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 എന്നിവയാണ് യോജിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ എന്താണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്? മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഒരു ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ ഉപദ്വീപീയ പീഠഭൂമി ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായിട്ടുള്ളതാണ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭൂവിഭാഗം. ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഈ ഒരു മേഖലയിലെ ഏറ്റവും ഉയരം. അടുത്ത ചോദ്യം. ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? ഉദാഹരണമാണ് ഏത്? കൽക്കരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അവസാദ ശില എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലകൾ കാലാന്തരത്തിൽ ക്ഷയിച്ച് പൊടികളായിട്ട് മാറുന്നു. ഈ പൊടികൾ അല്ലെങ്കിൽ അവസാദങ്ങൾ താഴ്ന്ന ഏതെങ്കിലും പ്രദേശങ്ങളിൽ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ നിക്ഷേപിക്കപ്പെടുന്നവ പിന്നീട് ഉറച്ച് അവസാദ ശിലകളായിട്ട് രൂപം കൊള്ളുന്നു. ഇതാണ് അവസാദ ശില എന്ന് പറയുന്നത്. അത്തരത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് കൽക്കരി. അതുകൊണ്ടാണ് കൽക്കരി, മണൽക്കല്ല്, അതുപോലെ ചുണ്ണാമ്പ് കല്ല് ഇതൊക്കെ അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. പാളികളായിട്ടാണ് രൂപം കൊള്ളുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസാദ ശിലകൾക്ക് അടുക്ക് ശിലകൾ എന്നുകൂടി പേരുണ്ട് കേട്ടോ. അടുക്ക് ശിലകൾ എന്നുകൂടി അറിയപ്പെടുന്നത് അവസാദ ശിലയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗാബ്രോ ഇതൊക്കെ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ആഗ്നേയ ശില എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നതാണ് ആഗ്നേയ ശില. അതുപോലെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയും ആഗ്നേയ ശിലയാണ്.
അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നതും ആഗ്നേയ ശിലയാണ്. അപ്പോൾ എന്താണ് ആഗ്നേയശില? ആഗ്നേയശില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ലാവ പുറത്ത് വന്നിട്ട് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉരുകിയിട്ടുള്ള ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്നതാണ് ആഗ്നേയ ശിലകൾ. ഇതിന് ഉദാഹരണങ്ങളാണ് ബസാൾട്ട്, ഗാബ്രോ, ഗ്രാനൈറ്റ് എന്നിവയൊക്കെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആഗ്നേയ ശിലകളുടെ പ്രത്യേകതകൾ? അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഭൂവൽക്കത്തിനുള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അറിയപ്പെടുന്നത്. അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നു. ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതും ആഗ്നേയ ശിലയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയും ആഗ്നേയ ശിലയാണ്. ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയ ശില. അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നും അറിയപ്പെടുന്നത് ഈ ഒരു ആഗ്നേയ ശിലയാണ്. അപ്പോൾ അവസാദ ശില നമ്മൾ കണ്ടു, ആഗ്നേയ ശിലയും കണ്ടു. അപ്പോൾ എത്ര തരം ശിലകളുണ്ട്? നമുക്ക് 3 ടൈപ്പ് ശിലകളാണുള്ളത്. ഒന്ന് നമ്മുടെ ചോദ്യത്തിലുള്ള അവസാദ ശില, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ആഗ്നേയ ശില. അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു ശിലയുണ്ട്. അത് ഏതാണ്? മെറ്റാമോർഫിക് റോക്സ് അല്ലെങ്കിൽ കായാന്തരിക ശില എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കായാന്തരിക ശില. എന്താ കായാന്തരികം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? രൂപാന്തരം സംഭവിച്ചത് എന്നാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഉയർന്ന മർദ്ദം മൂലമോ അല്ലെങ്കിൽ താപം മൂലമോ ശിലകളുടെ ഭൗതികവും രാസപരവുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇത്തരത്തിലെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ശിലകളാണ് കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്. അപ്പം അതിനൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കൽക്കരി ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നു, അതുപോലെ ചുണ്ണാമ്പ് കല്ല് മാർബിളായിട്ട് മാറുന്നു. ഇതൊക്കെ കായാന്തരിക ശിലകൾക്ക് ഉദാഹരണമായിട്ട് പറയാം. അപ്പം അത് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ് കേട്ടോ. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ? ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. ഉയർന്ന താപനിലയിലും ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഇവ 4 തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയിലും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. അടുത്തത്, 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 5ാം പഞ്ചവത്സര പദ്ധതി. പ്രസ്താവന 1, 1974, 1978 എന്നീ കാലഘട്ടത്തിലാണ്, ഇവിടെ വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1974, 78 കാലഘട്ടത്തിലാണ് 5ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന, ഗരീബി ഹട്ടാവോ പരിപാടി നടപ്പിലാക്കി. ഗരീബി ഹട്ടാവോ പരിപാടി നടപ്പിലാക്കിയതും 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമതായിട്ട്, ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3 ശരിയാണ് എന്നത്. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം. 1974, 78 5ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു മുദ്രാവാക്യമാണിത്. ഗരീബി ഹട്ടാവോ അല്ലെങ്കിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യൂ എന്നത്. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തതും ശരിയായിട്ടുള്ളത്. ഇനി 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? അത് DP ധർ ആണ് കേട്ടോ. DP ധർ ആണ്. DP ധർ. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചതും 5ാം പഞ്ചവത്സര കാലഘട്ടത്തിലാണ്. 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. കാലാവധി പൂർത്തിയാകും മുൻപ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതിയും 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാലാവധി പൂർത്തിയാകും മുൻപ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതി. അടുത്തത്, താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ബാങ്കുകളുടെ ബാങ്ക് RBI ആണ്. വാണിജ്യ ബാങ്ക് SBI. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്.
പുതുതലമുറ ബാങ്ക് ICICI, അതും ശരിയാണ്. സഹകരണ ബാങ്ക് LIC ഒരു ഇൻഷുറൻസ്, പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനിയാണ്. സഹകരണ ബാങ്കിൻ്റെ മേഖലകളിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ശരിയല്ലാത്തത് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബാങ്കുകളുടെ ബാങ്ക് RBI ആണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള RBI അല്ലെങ്കിൽ ഭാരതീയ റിസർവ് ബാങ്ക് 1935 സ്ഥാപിച്ചിട്ടുള്ളതാണ്. 1935 RBI വരുന്നത്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നു. വാണിജ്യ ബാങ്ക് ബാങ്കിംഗ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായിട്ടുള്ള സംവിധാനമാണ് വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായിട്ടും സർക്കാരിനാണ്. SBI എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകളുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. സഹകരണ ബാങ്ക് നോക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക്, കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ളതാണ് സഹകരണ ബാങ്കുകൾ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അടുത്തത്, ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ഇവിടെ തന്നിട്ടുണ്ട്. ഗതാഗതം എന്നത് തൃതീയ മേഖലയാണ്. മത്സ്യബന്ധനം ഒരു പ്രാഥമിക മേഖലയിലെ പ്രവർത്തനമാണ്. നിർമ്മാണം എന്നത് ദ്വിതീയ മേഖലയുമാണ്. അപ്പോൾ 1C ആണ്. ഓപ്ഷൻ C ആണ് വരുന്നത്. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. ഗതാഗതം തൃതീയ മേഖലയാണ്, മത്സ്യബന്ധനം പ്രാഥമിക മേഖലയാണ്, നിർമ്മാണം എന്നത് ദ്വിതീയ മേഖലയുമാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ ആരാണ് വർഗീകരിക്കുന്നത്? അത് CSO ആണ് കേട്ടോ. CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ഇവരാണ് കൃത്യമായിട്ട് എപ്രകാരമാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർഗീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെയാണ്. കൃഷി, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷിക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ വരുന്നത്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, അതുപോലെ മത്സ്യബന്ധനം, ഖനനം, ഇവയൊക്കെ തന്നെ പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി ദ്വിതീയ മേഖലയിലാണെങ്കിൽ വ്യവസായം, വൈദ്യുതി ഉൽപ്പന്ന നിർമ്മാണം, അതുപോലെ കെട്ടിട നിർമ്മാണം, അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ദ്വിതീയ മേഖലയിലും വരുന്നു. തൃതീയ മേഖലയിലാണ് വ്യാപാരം, ഗതാഗതം, ഹോട്ടല്, വാർത്താവിനിമയം, ബാങ്കിങ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവയൊക്കെ വരുന്നത് തൃതീയ മേഖലയിലുമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. നോക്കാം. 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായി. നീതി ആയോഗ് 2015 ജനുവരി 1-ാം തീയതിയാണ് രൂപീകൃതമായത്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ്യമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശ്യമാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ 2 ഉദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക, സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ ഘടന എങ്ങനെയാണ്? നീതി ആയോഗിൻ്റെ ഘടനയിൽ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷനാവുന്നത്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദിയും നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയയുമാണ്. അടുത്തത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം പറയുന്നത്?
അനുച്ഛേദം 16 അനുച്ഛേദം 16 അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നത്. സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സമത്വം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ആർട്ടിക്കിൾ 14 എന്തിനാണ്? നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കുന്നതിനാണ് ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ അനുച്ഛേദം 14 പറയുന്നത്. നിയമത്തിന് മുന്നിൽ അവകാശത്തിനുള്ള സമത്വം, നിയമത്തിന് മുന്നിലുള്ള സമത്വം ഉറപ്പുവരുത്തുക. 16 നമ്മൾ പറഞ്ഞു അവസര സമത്വമാണ്. എന്താണ് 18? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിളുകളാണ് 14, 15, 16, 17, 18 എന്നിവ കേട്ടോ. അപ്പോൾ ഇത്രയും ആർട്ടിക്കിളുകളാണ് സമത്വം എന്ന ആശയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസ്. ഇരട്ട എഞ്ചിനുള്ള മൾട്ടി റോൾ കോം എയർക്രാഫ്റ്റ് ആണ് ഏത്? റാഫേൽ. ഇരട്ട എഞ്ചിനുള്ള ഇന്ത്യ റഫേൽ വിമാനങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങിയിട്ടുള്ളത്? അത് ഫ്രാൻസിൽ നിന്നാണ്. റഫേൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ ചുമതല വഹിച്ച ഫ്രഞ്ച് കമ്പനി ഏതാണ്? ദസോൾട്ട് ഏവിയേഷൻ ആണ് കേട്ടോ. ദസോൾട്ട് ഏവിയേഷൻ എന്ന കമ്പനിയാണ് റഫേൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ ചുമതല വഹിച്ച ഫ്രഞ്ച് കമ്പനി. ഇനി റഫേൽ യുദ്ധവിമാന കരാർ ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 2016 കേട്ടോ. 2016 റഫേൽ യുദ്ധവിമാന കരാർ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയത് 5 റഫേൽ യുദ്ധവിമാനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മതി അതിൽ. അടുത്തത്, ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത് എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്തത് ആരാണ്? DARPG, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രിവാൻസസ് എന്നവരാണ് ഈ ഒരു ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇന്ത്യയുടെ ജില്ലാ തലത്തിലുള്ള വിവിധ സർക്കാർ ഇടപെടലുകളുടെ സ്വാധീനം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് സഹായിക്കുന്നത്. ഓക്കെ, അടുത്തത്, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ജനക്ഷേമം മുൻനിർത്തിയിട്ട് പരിസ്ഥിതി സംരക്ഷണം പോലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടന കേന്ദ്ര സർക്കാർ ഗവൺമെന്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇതുകൂടാതെ ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികളും നിർദ്ദേശക തത്വത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഭാഗം 4ലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം 1 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അതെപ്പോഴാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ചെയ്തത് എപ്പോഴാണ്? 1976ലാണ്. 1976ലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖം ഭേദഗതി ചെയ്തത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? 42ാം ഭേദഗതിയിലൂടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ആദ്യം തന്നിട്ടുള്ള പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നത് മാറ്റിയിട്ട് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. ഓക്കെ ആണല്ലോ. അപ്പം അത്രയും കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അതുപോലെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും എന്ന് മാറ്റിയിട്ടുണ്ട്. ആദ്യം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നായിരുന്നു, പിന്നീട് അത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ഇത്രയും കാര്യങ്ങളാണ് ആമുഖത്തിൽ ആ ഒരു 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായത് ഏതാണ്? അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു. 1/3 സീറ്റല്ല, 50% സീറ്റുകളാണ്. ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം 50% 50%. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോൾ 1, 3 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. 1, 3 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. എന്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? ഗ്രാമതലത്തിലും ജില്ലാതലത്തിലുമുള്ള ഗവൺമെൻറ് അറിയപ്പെടുന്ന പ്രാദേശിക ഗവൺമെൻറ്, അതാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഏത് ലിസ്റ്റിലാണ്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സംസ്ഥാന ലിസ്റ്റിലാണ് കേട്ടോ. പ്രാദേശിക ഗവൺമെൻറ് എന്നൊരു വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 73-ാം ഭേദഗതി പ്രകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. 73-ാമത് ഭരണഘടനാ ഭേദഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1/3 സീറ്റ് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് കൂട്ടി 50% ആക്കിയിട്ടുണ്ട് മിക്ക സംസ്ഥാനങ്ങളും. ഓക്കെ, ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 21 വയസ്സാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായിട്ട് സംഘടിപ്പിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം 1946-ലാണ്. 1946 ഡിസംബർ 9-ാം തീയതിയാണ്. ഡിസംബർ 9-ാം തീയതി ഡൽഹിയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ാം തീയതിയാണ് ഡൽഹിയിൽ വെച്ചാണ് യോഗം ചേർന്നിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. 1, 2 ശരി, 3 തെറ്റ് എന്നതാണ്. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് ഈ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള കമ്മിറ്റിയാണ് ഏത്? ക്യാബിനറ്റ് മിഷൻ എന്നത്. ക്യാബിനറ്റ് മിഷൻ. ഈ ഒരു ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. ക്യാബിനറ്റ് മിഷന്റെ നേതാക്കൾ അല്ലെങ്കിൽ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണ്. പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ഇനി ഈ ഒരു സഭയുടെ ആദ്യ സമ്മേളനം നമ്മൾ പറഞ്ഞു 1946 ഡിസംബർ 9-നാണ് എന്ന്. ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അടുത്തത് നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏതാണ്? എൻ്റെ കൂട്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട് പദ്ധതി. അപ്പോൾ എൻ്റെ വീട് പദ്ധതി എന്താണ്? OBC വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതർക്ക് വേണ്ടി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതിയാണ് എൻ്റെ വീട് പദ്ധതി. OBC വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതർക്ക് വേണ്ടിയിട്ട് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതിയാണ് എൻ്റെ വീട് പദ്ധതി. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട് പദ്ധതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം. 2005-ലെ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2005-ലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തോടനുബന്ധിച്ച് കേരളത്തിൽ രൂപീകൃതമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് നിലവിൽ വന്നത് എപ്പോഴാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ
അതോറിറ്റി രൂപീകൃതമായത് 2007 കേട്ടോ. 2007 കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ഈ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ റവന്യൂ മിനിസ്റ്റർ ആണ് കേട്ടോ. റവന്യൂ മന്ത്രിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. റവന്യൂ മിനിസ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് കേട്ടോ. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് എന്നാണ് നിലവിൽ വന്നിട്ടുള്ളത്? 1967 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967 ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പരീക്ഷ അടുത്തെത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.